Hello guys, assalamu alaikum. Welcome back. വീട്ടിക്കാട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് 12 കിലോമീറ്ററിൻ്റെ ദൂരമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടാൻ വിചാരിച്ചു. ആദ്യമായിട്ടാണ് ഇത്ര ലോങ് വീഡിയോ ഇടേണ്ടത്. അപ്പോൾ എന്തെങ്കിലും തെറ്റോ കുറ്റോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾക്ക് എന്താണോ അഭിപ്രായം അത് നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അങ്ങനെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഞങ്ങളങ്ങനെ പകുതി എത്തിയിട്ടുണ്ട്. പകുതി എത്തിയപ്പോൾ തന്നെ നല്ല വ്യൂവും കാര്യങ്ങളും അത്യാവശ്യം മലയൊക്കെ കാണുന്നുണ്ട്. നല്ല രസമുണ്ട്. നല്ല ക്ലൈമറ്റും ആട്ടെന്ന്. അത്യാവശ്യം മഴ കാര്യം ഒന്നുമില്ല. നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പും നല്ല മഴക്കാറ് മൂടിയൊരു ക്ലൈമറ്റ്. വെയിൽ അങ്ങനത്തെ ഒന്നുമില്ല. നല്ലൊരു ക്ലൈമറ്റ് ഇന്നത്തെ ദിവസം. ഈ കാണുന്ന സ്ഥലത്തു നിന്നായിട്ട് നമ്മൾ നാഷണൽ ഹൈവേ പണി നടക്കാനും വേണ്ടി മെറ്റലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോണ്ട്. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തി. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 30 രൂപ കേട്ടോ. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിലെന്ന് വെച്ചെങ്കിൽ 200 രൂപ ഞങ്ങൾ മൂന്നാക്കളുടെ കുട്ടികൾക്ക് ബ്രിഡ്ജിൽ കയറാനൊന്നും ടിക്കറ്റ് ഇല്ല കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും 3 ടിക്കറ്റ് ഇല്ല, അങ്ങനെ 3 അപ്പം നിങ്ങൾ 2 ആൾക്കാരെല്ലാം വലിയവരുണ്ടാവുകയാണ്. ഞങ്ങളെ കൂടെ വന്ന ഡ്രൈവർക്ക് ഞങ്ങളൊരു ടിക്കറ്റ് എടുത്ത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് മൂക്കൻച്ച് കണ്ടിട്ട് എന്താ ചെയ്യേണ്ടി അറിയില്ല, ഇറങ്ങി ഓടണം എന്താ അറിയില്ല. ഓളൻച്ചെങ്കിൽ കിട്ടണില്ല നമ്മളെ കൈകളിൽ. അങ്ങനെ ഗൈസ്, അടിപൊളി വ്യൂവും കാര്യങ്ങളാട്ടോ. നല്ല ഒരു അടിപൊളി പ്ലേസാണ്. മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. ആദ്യത്തെ ബ്രിഡ്ജാണ് കേട്ടോ. ഇത് ചെറിയ ബ്രിഡ്ജാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ വലിയ ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്ലൈമറ്റും മഴ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും നല്ല ദിവസം നോക്കി വരിക. അങ്ങനെ ചെറിയ ബ്രിഡ്ജ് കയറാൻ 30 രൂപ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ വലിയ ബ്രിഡ്ജിൻ്റെ ടിക്കറ്റാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ എന്താ പറയുക, എത്ര വീഡിയോസ് എടുത്തിട്ടും മതിയാവണില്ല. അത് കണ്ട് തന്നെ അറിയാനുള്ളതാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ വീഡിയോയിൽ എത്രമാത്രം കാണണ്ടറിയില്ല. മൂക്കും, എൻ്റെ ചെറിയ മൂക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുണ്ട്. അനിയത്തിക്കും അതേപോലെ തന്നെ. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ എന്നെക്കാട്ടി എക്സൈറ്റ്മെൻറ്റാണ് എൻ്റെ മോള്. അവളെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് അതിലേറെ സന്തോഷമായി. അങ്ങനെ ഗൈസ്, ഞാൻ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പോവാണ്. കയറിയപ്പോൾ ഞാൻ ആദ്യം താഴെ നോക്കി പോയി. താഴെ നോക്കിയപ്പോൾ എൻ്റെ സകലമാനം ധൈര്യം അവിടെ നിന്നേ പോയി. എൻ്റെ ഊർജ്ജം മൊത്തം പോയി. ഞാൻ ആകെ പേടിച്ച്. കാരണം ഞാൻ ആകെ വരച്ചിട്ടാണ് നടക്കുന്നത്. വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയുണ്ടാവില്ല. പക്ഷേ എനിക്ക് തല മിന്നി എന്തൊക്കെയോ പോലെ താഴെ നോക്കിയിട്ട്. പിന്നെ ഞാൻ കൺട്രോൾ ചെയ്ത് പിന്നെ ഞാൻ താഴെ നോക്കിയിട്ടേ ഇല്ല. 1-2 വട്ടം നോക്കി. അതോടെ എൻ്റെ ധൈര്യം പോയി. നിങ്ങളൊക്കെ ഇതിലൂടെ നടക്കുകയെന്ന് വെച്ചെങ്കിൽ ഒരിക്കലും താഴെ നോക്കരുത്, ധൈര്യമില്ലാത്ത ആളാണെങ്കിൽ. എനിക്ക് ഉയരം ആദ്യം പേടിയാണ്. മൂക്കൊന്നും ഒരു പേടിയില്ല. മൂക്കനെത്തിക്കും ഒരു പേടിയില്ല. ഉമ്മാക്കും പേടിയൊന്നുമില്ല. പിന്നെ എനിക്കിങ്ങനെ റെഡിയായി. ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഹിന്ദിക്കാരും അറബികളൊക്കെ ഞാൻ ഇവിടെ കണ്ടു. അപ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ളതായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് വരേണ്ടത്. കുറേ ഇത് തുടങ്ങിയിട്ട് 1-2 കൊല്ലമായി ഉണ്ടാവും. ഇത് കറക്റ്റ് പ്ലേസ് എവിടെയാണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ മിനിയൂട്ടി പറഞ്ഞ സ്ഥലത്താണ്. ഇത് ഗൂഗിൾ മാപ്പിലൊക്കെ ഗൂഗിളിലൊക്കെ മിനിയൂട്ടി എന്ന് അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരും. അങ്ങനെ മോളെ കണ്ടില്ലേ, മോള് ഭയങ്കര ഹാപ്പിയാണ്. മോൾക്ക് പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. മോള് ഭയങ്കര തുള്ളി ചാടി നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നേരം ഇതിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്തിരുന്നു കേട്ടോ. ഇതിൽ നമുക്ക് വീഡിയോ എടുത്ത് തരുന്നുണ്ട്. ഇവർക്ക് വീഡിയോ എടുക്കാൻ 100 രൂപയാണ് അപ്പോൾ ചാർജ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ താല്പര്യമുണ്ട്, ശനി ഞായറും ഒഴിവുള്ള അല്ലാത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസവും വന്ന് ഇവർ നമുക്ക് വീഡിയോ എടുത്ത് തരും. അത്യാവശ്യം ക്വാളിറ്റിയുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മളടുത്ത് ഐഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഐഫോണിൽ എടുത്ത് തരും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഐസ്ക്രീം വാങ്ങി കേട്ടോ. ഒരു ഐസ്ക്രീമിന് 20 രൂപയാണ്. 5 ഐസ്ക്രീമാണ് വാങ്ങിയത്. 2 ടെൻഡർ കോക്കനറ്റ്, 2 സ്ട്രോബെറി, ഒരു ഓറിയോ കേട്ടോ. ഞാനാണ് ഓറിയോ എടുത്തത്.
പിന്നെ അങ്ങനെ മൂക്കൊന്ന് കൊടുത്തു. മോള് ടെൻഡർ കോക്കനൈറ്റാണ് കേട്ടോ എടുത്തത്. നിങ്ങൾ ചോദിക്കും ചിലപ്പം മൂക്ക് എന്തിനാ ഈ പ്രായത്ത് കൊടുക്കണമെന്ന്. ഹോളാണ് ഐസ്ക്രീം കിട്ടാഞ്ഞിട്ട് ആകെ അവിടെ ബേളാക്കിൻ്റെ. അപ്പോൾ ഇത് ഫുള്ളൊന്നും കൊടുത്തിട്ടില്ല, കൈക്ക് പിടിച്ചാൽ കുറച്ചൊന്നും കൊടുത്ത്, പിന്നെ ബാക്കി ഞാനും ഉമ്മയൊക്കെയാണ് കേട്ടോ കൊടുത്തത്. അങ്ങനെ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം ഞങ്ങളിവിടെ എക്കോറിയം കാണാൻ പോയി. എക്കോറിയത്തിൽ ഒരാൾക്ക് ടിക്കറ്റ് 100 രൂപയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും 3 ടിക്കറ്റ് എടുത്ത്. ഇതൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മൂക്കാണ് കേട്ടോ. ഓരോരോ മീൻ കാണുമ്പോൾ ഓരോരോ എക്സ്പ്രഷനാണ്. ഓരോരുത്തരങ്ങനെ വിളിക്കുകയാണ് കാണിച്ചു തരാൻ. എനിക്ക് തോന്നുന്നു ഈ കാണുന്ന വലിയ മീൻ കണ്ടിട്ടാണ് ഓക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടുള്ളത്. ഓക്ക് എന്തൊക്കെ കാണിക്കണം എന്നുണ്ട്, പക്ഷേ അതിന് കിട്ടൂലല്ലോ, എന്തൊക്കെ പിടിക്കണം എന്നൊക്കെ ഉണ്ട്. അതാണ് ഓളാ ഗ്ലാസ്സും ഇങ്ങനെ തൊട്ട് കളിക്കണത്. ഗൈസ് നല്ല കുഞ്ഞു കുഞ്ഞു കളർ മീനുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ട് മൂക്ക് വരാൻ തോന്നണേ ഇല്ല. ഓളെ എടുക്കാൻ പോലും ഓളെ അയക്കണില്ല. ഒറ്റക്ക് നടക്കണം, ഒറ്റക്ക് കണ്ട് ആസ്വദിക്കണം എന്നുള്ളൊരു നിപ്പിലാണ് ഓള് നടക്കുന്നത്. ഏതൊക്കെ സൈഡാണ് വീഡിയോ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൺഫ്യൂഷനാണ്. ഏത് സൈഡിലും മീനാണ്. ഈ മീനുകളൊക്കെ കണ്ടിട്ട് എൻ്റെ കണ്ണൊക്കെ മഞ്ഞളിച്ചാണ്. നമ്മളെല്ലാം കൂടെ കണ്ടിട്ട് ആകെ മഞ്ഞളിച്ചിക്കണേ. അപ്പോൾ ഇതെനിക്ക് ഒറിജിനൽ തന്നെ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഇവർക്കൊക്കെ ഇങ്ങനെ ഫുഡ് കൊടുക്കണം എന്നുള്ളൊക്കെ ഒരു കൺഫ്യൂഷൻ ഇട്ട് അതൊക്കെ കണ്ടപ്പോൾ. മേലൊക്കെ മീനുകളുണ്ട്. അങ്ങനെ ഉമ്മയും അനിയത്തിയും മോളൊക്കെ മുന്നേ തന്നെ നടന്നു കേട്ടോ. ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് എടുക്കുകയാണ്. എൻ്റെ കണ്ണിൻ്റെ ഡ്രസ്സൊക്കെ കണ്ടില്ല, ആകെ ബ്ലൂ കളറായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കയറിയ ടൈമിൽ അങ്ങനെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നേരത്തെ തന്നെ വീഡിയോ എടുക്കാനൊക്കെ പറ്റി. നല്ല അത്യാവശ്യത്തിൽ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പുറത്ത് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ ഇരുന്നു, കുറേ നടന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ ഇതിൽ കൂടെ ഞങ്ങൾ പോയി. ടിക്കറ്റ് ചാർജ് വരുന്നത് 200 രൂപയാണ് കേട്ടോ. ഇവർക്ക് രണ്ടാൾക്കും ടിക്കറ്റ് ഇല്ല. ഇതിലും ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റും ഹാപ്പിയും ഒക്കെ മോക്ക് തന്നെയാണ്. ഓളാകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓളെ ഹാപ്പി കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കതിലേറെ ഹാപ്പിയും മനസ്സിനൊരു എന്താ പറയുക സന്തോഷവും എല്ലാം കൂടെ ഒപ്പം വന്ന ഒരു ഫീലാണ്. ഇതിൽ ഉമ്മ കയറിയിട്ടില്ല, ഉമ്മക്ക് ഇതിൽ കയറാൻ പേടി. പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ കൊടുത്ത് ഇതിന് ഒപ്പം നിൽക്കേണ്ട കാക്കയാണ്. കാക്കാക്കാണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ ഫോൺ കൊടുത്തത്. അപ്പോൾ കാക്ക നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട്. ഞങ്ങളിത് കയറുമ്പോൾ ഏകദേശം 5:30 മണി കഴിഞ്ഞിക്കണം കേട്ടോ. അപ്പോൾ 5:30 മണി കഴിഞ്ഞപ്പോൾ നല്ല കോടമഞ്ഞ്, നല്ല തണുപ്പുണ്ട്. നല്ല ടൈമിലാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത്. അപ്പോൾ ഈ വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റി, ആ മഞ്ഞും കാര്യങ്ങളൊക്കെ.
You said never let me go. 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 പിന്നെ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഗായ്സ് ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. ഉമ്മ ഞങ്ങൾ അതിൻ്റെ മേലുള്ളപ്പോൾ തന്നെ ചായ കുടിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചിക്കൻ മൊമോസാണ് ഓർഡർ ആക്കിയിട്ടുള്ളത്. 150 രൂപയുടെ ചാർജ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ചിക്കൻ മൊമോസ് എഴുതി. അപ്പോൾ ഇതിൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി. പിന്നെ ഇങ്ങനെ അധികം കഴിച്ചപ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വരാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ എത്ര ഇഷ്ടം തോന്നിയില്ല. ഞാൻ ഇതിക്ക് 2 വന്നപ്പോൾ തന്നെ മടുത്തു. ബാക്കിയൊക്കെ ഞാനാണ് കഴിച്ചത്. പൈസ മുതലാവണ്ടേ. അങ്ങനെ ഞങ്ങളിത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മയും മോളും പുറത്തിരിക്കുകയാണ്. ഉമ്മക്കിത് വേണ്ടാന്ന് പറഞ്ഞേ. മോളെനിച്ചിട്ട് വിളിച്ചിട്ട് വരണമില്ല ഇത് കൊടുക്കാൻ. അങ്ങനെ ഞങ്ങൾ ഇത് കഴിച്ചതിന് ശേഷം മോളടുത്തേക്കും പോയി. അത്യാവശ്യം ഇപ്പോൾ 6-6:30 ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല മഞ്ഞ് മൂടിക്കണം, നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്ത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളത് മെനക്കെട്ട് തിന്ന് തീർത്തല്ലേ പറ്റുള്ളൂ. നമുക്ക് നമ്മളെ പൈസ മുതലാവണ്ടേ. അങ്ങനെ മൊമോസൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് പുറത്ത് നിന്നിരുന്നു കേട്ടോ. അവിടെ ഇരിക്കാൻ കുറേ സീറ്റുണ്ട്. അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് പോയിരുന്ന് രാത്രിത്തെ വ്യൂ കാര്യങ്ങളൊക്കെ കാണാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. രാത്രി നല്ല ലൈറ്റും കാര്യങ്ങളാട്ടോ. അങ്ങനെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഇതിൻ്റെ ഏകദേശം അടുത്താണ് കേട്ടോ കരിപ്പൂർ വിമാനത്താവളം. അപ്പോൾ അതിൻ്റെ ലാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ലാൻഡ് ചെയ്യേണ്ടതൊക്കെ കാണുന്നുണ്ട്. You said never let me go. 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 You said അങ്ങനെ ഏകദേശം 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഹസ്ബൻഡിന് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്ത്. അപ്പോൾ ഹസ്ബൻഡ് സൗദിയിലാണുള്ളത്. അപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്ത്. അപ്പോൾ അനിയത്ത് വീഡിയോ കോൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പറഞ്ഞ് ഐസ്ക്രീം ആണെന്ന്. അപ്പോൾ ഐസ്ക്രീം കഴിച്ച് ഏകദേശം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വണ്ടി കാരണം പറഞ്ഞു. അപ്പോൾ ഇമ്മ ഐസ്ക്രീമും ഫോണും എല്ലാം കൂടെ ഉമ്മാൻ്റെ കൈ കൊടുത്തതിന് ശേഷം ഈ കുതിര വണ്ടി കയറി. മോളും അനിയത്തിയും കയറി. 30 രൂപയാണ് കേട്ടോ. രണ്ടാൾക്കും കൂടി 60 രൂപ ആയി. അങ്ങനെ ഇത് പൊന്തുമ്പോഴും താവുമ്പോഴും ഒക്കെ മോള് ഭയങ്കര ചിരി. ഇനി ഇത് എഡിറ്റ് ചെയ്തപ്പോഴൊക്കെ അത് പോയിട്ടുണ്ട്. അങ്ങനെ ഇതിലും കൂടി കയറി നമ്മൾ വീട്ടിലേക്ക് പോയി. പിന്നെ നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല. ഫോണിൽ ചാർജ് കുറവേനി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.